യമനിലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള മേഖലകളിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 46 പേർ കൊല്ലപ്പെട്ടു. ഇസ്രയേലിന് നേരെ അടുത്തിടെയുണ്ടായ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് തലസ്ഥാനമായ സനായിലെയും അൽജാഫ് പ്രവിശ്യയിലെയും സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടന്നത്. ഹൂതികളുടെ സൈനിക പബ്ലിക് റിലേഷൻസ് ആസ്ഥാനത്തിനും മിസൈൽ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകരും കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അധികൃതർ വ്യക്തമാക്കി. അതിനിടെ വ്യാഴാഴ്ച പുലർച്ചെ യമനിൽ നിന്ന് തൊടുത്തുവിട്ട മിസൈൽ തകർത്തതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു. കഴിഞ്ഞ മാസം സനായിലുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ ഹൂതികൾ നയിക്കുന്ന സർക്കാരിന്റെ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവിയും നിരവധി മന്ത്രിമാരും കൊല്ലപ്പെട്ടിരുന്നു. ഇതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം ഉടലെടുക്കുകയാണ്. അതേസമയം യമനിലെ ഹൂതികളെ ലക്ഷ്യമിട്ട് പുതിയ ഉപരോധങ്ങളുമായി US രംഗത്തെത്തിയിട്ടുണ്ട്. ഹൂതികളുടെ ധനസമാഹരണം, കള്ളക്കടത്ത്, ആക്രമണ പ്രവർത്തനങ്ങൾ എന്നിവ തടസ്സപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 32 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും 4 കപ്പലുകൾക്കുമെതിരെയാണ് US ട്രഷറി വകുപ്പ് ഉപരോധം ഏർപ്പെടുത്തിയത്. ഹൂതികൾക്കെതിരായി ട്രംപ് ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ നടപടിയായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ദോഹയിൽ നടത്തിയ ആക്രമണത്തെ ലോകരാജ്യങ്ങൾ അപലപിച്ചിരുന്നു. എന്നാൽ സ്വന്തം പ്രവൃത്തിയോർത്ത് ലോകരാജ്യങ്ങൾ ലജ്ജിക്കണമെന്നാണ് നെതന്യാഹു പറയുന്നത്. ഹമാസുകാർക്ക് സഹായധനവും അഭയവും ആഡംബര ജീവിതവും ഒരുക്കുകയാണെന്ന് പറഞ്ഞ് ഖത്തറിനെ നെതന്യാഹു കുറ്റപ്പെടുത്തി. ഭീകരർക്ക് താവളമൊരുക്കുന്ന ഖത്തറിനോടും മറ്റ് രാജ്യങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ഒന്നുകിൽ നിങ്ങൾ അവരെ പുറത്താക്കണം, അല്ലെങ്കിൽ നിയമത്തിന് വിട്ടുകൊടുക്കണം. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യും, നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. 2023 ഒക്ടോബർ 7 ഇസ്രയേലിൽ ആക്രമണം നടത്തി 1200ഓളം പേരെ കൂട്ടക്കൊല ചെയ്തതിൽ പങ്കാളികളായ ഹമാസുകാരെ ലക്ഷ്യമിട്ടാണ് ദോഹയിൽ ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രയേൽ പറയുന്നത്. അതേസമയം ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ദോഹയിൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ തയ്യാറെടുക്കുകയാണ് ഖത്തർ. ഇതിനു മുന്നോടിയായി അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി വിളിച്ചിരിക്കുകയാണ് രാജ്യം. ഞായർ, തിങ്കൾ ദിവസങ്ങളിലാണ് ഉച്ചകോടി നടക്കുക. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ഏതു രീതിയിൽ തിരിച്ചടി നൽകണമെന്ന് ഉച്ചകോടിയിൽ തീരുമാനമുണ്ടാകും. ഞായറാഴ്ച വിദേശകാര്യമന്ത്രിമാരുടെ യോഗവും തിങ്കളാഴ്ച ഉച്ചകോടിയും നടക്കും. ഇസ്രായേലിന്റെ ആക്രമണത്തിന് ഒന്നിച്ചു മറുപടി നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. മേഖലയിലെ മറ്റു രാജ്യങ്ങളുമായി ഇസ്രായേൽ ആക്രമണ വിഷയം ചർച്ച ചെയ്തു വരികയാണ്. നെതന്യാഹുവിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. രാജ്യാന്തര ക്രിമിനൽ കോടതി അന്വേഷിക്കുന്ന വ്യക്തിയാണ് നെതന്യാഹു എന്നും അദ്ദേഹം പറഞ്ഞു. ദോഹ ആക്രമണത്തിൽ ഹമാസിന്റെ ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടില്ലെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ പറയുന്നത്. ഇസ്രായേൽ ദോഹയിൽ നടത്തിയ ആക്രമണത്തിൽ പ്രതികരണവുമായി ഹമാസും രംഗത്തെത്തിയിരുന്നു. ഖത്തറിലെ ഇസ്രായേൽ ആക്രമണം അറബ് രാജ്യങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനമാണെന്ന് ഹമാസ് പറഞ്ഞു. യുദ്ധക്കുറ്റങ്ങളുടെ ശിക്ഷ ഇസ്രായേലിന് ഉറപ്പാക്കണമെന്നും സമാധാന ശ്രമങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണ് നടന്നതെന്നും ഹമാസ് പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.